ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സിസി ക്രാഫ്റ്റ് ബൈ നീച്ചി കമർ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മിനി ബൊക്കെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. കുറേ നാളായി വീഡിയോ ആയിട്ട് വരാത്തത്. അപ്പോൾ ഇൻഷാല്ല ഇനി ആക്റ്റീവായി നിൽക്കാൻ വേണ്ടിയിട്ട് ട്രൈ ആക്കുന്നുണ്ട്. എത്രത്തോളം പറ്റുമെന്നറിയില്ല. അപ്പോൾ നമുക്കിതിന് വേണ്ട ഐറ്റംസ് ഒന്ന് നോക്കാം. ഞാനിവിടെ ഓൾറെഡി ചെയ്തതിൻ്റെ ബാക്കി പീസ് വന്നിട്ടുണ്ട്, ബൊക്കെ ഷീറ്റ്. അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, ജിപ്സോ ഫ്ലവർ അല്ലെങ്കിൽ ബേബി ബ്രത്ത് എന്നൊക്കെ പറയാം. ഇത് ഒറിജിനൽ ഫ്ലവറാണ്, ഡ്രൈ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കരുത്. ജസ്റ്റ് വീടിൻ്റെ അകത്തോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. നമ്മൾക്ക് ഡ്രൈ ആയിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇങ്ങനെ ചെയ്യുമ്പം ഒരുപാട് എക്സ്പെൻസ് നമുക്ക് കുറക്കാൻ പറ്റും. അപ്പം പിന്നെ നമുക്കിതിൽ എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് റോസ് ഫ്ലവർ ആർട്ടിഫിഷ്യലാണ്. അതിന് 38 റുപ്പീസ് 40 അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നുള്ളത്. അപ്പോൾ അത് സ്റ്റിക്കിൽ ഇതുപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റുഭാഗത്തായി ഈ ഒരു ജിപ്സോ അല്ലെങ്കിൽ ബേബി ബ്രത്ത് എന്ന് പറയുന്ന ഈ ഒരു ഫ്ലവർ ഇങ്ങനെ വെച്ചിട്ട് ടാപ്പ് കൊണ്ടൊന്ന് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നുള്ളത്. സിമ്പിളാണ്. ഓൾമോസ്റ്റ് ആൾക്കാർക്കും ഈ ഒരു ബൊക്കിനെ കുറിച്ചിട്ട് അറിയുന്നുണ്ടാവും. പക്ഷേ എനിക്ക് റിക്വസ്റ്റ് വരുന്ന കാര്യമാണ്, ഒരുപാട് വീഡിയോസിൻ്റെ റിക്വസ്റ്റ് വരലുണ്ട്. മെയിൻ സ്റ്റോറേജ് പ്രോബ്ലവും ടൈമിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ടാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ ഇൻഷാല്ല ഇനി ഞാൻ മാക്സിമം നോക്കുന്നതാണ്. ഒന്നുമില്ലെങ്കിലും നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഗിഫ്റ്റ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എൻ്റെ പേജിൽ ഈ ഒരു ബൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ഡിമാൻഡിങ് ഉള്ള ഒരു ബൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും മേക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പം ആവശ്യമുള്ളവർക്ക് ഇത് വെച്ചിട്ട് ചെയ്തു നോക്കാം. പിന്നെ എല്ലാം അറിയുന്നവരുണ്ടാവും, അപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിൽ ചെയ്യാം. പിന്നെ ഈ ഒരു ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പം ഇന്നത് ചെയ്യാൻ വേണ്ടി ഈ ഒരു റൂള് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയറിൽ ചെയ്താൽ മാത്രമേ അത് അങ്ങനെ ആവൂ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഓരോരോ ആൾക്കാർ ഡിഫറെൻ്റ് ആണെന്ന് പറയുന്നത് പോലെ തന്നെ ഓരോരാളുടെ ക്രിയേറ്റിവിറ്റിയും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഫീൽഡിൽ ഫസ്റ്റായിട്ട് വരുന്നവർക്ക് അത്ര ഐഡിയാസ് ഉണ്ടാവണമെന്നില്ല ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഹെൽപ്ഫുള്ളാവും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ മേക്കിംഗ് വീഡിയോ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും അതിൽ നിങ്ങളുടേതായ മാറ്റം വരുത്തിയിട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഒന്നുകൂടി ബെറ്റർ ആക്കാൻ പറ്റും. സെയിം വീഡിയോ എക്സാക്റ്റ് കോപ്പി ആക്കാതെ നിങ്ങളുടേതായ രീതിയിലൊന്ന് ചെറിയ വ്യത്യാസമൊക്കെ വരുത്തി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതുപോലെ നിങ്ങളുടെ ഗിഫ്റ്റും ഒന്ന് യൂണീക്കായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റും. അപ്പം നമുക്കിതിന് വലിയ ചിലവൊന്നും വരുന്നില്ല. പക്ഷെ എപ്പോഴും നമ്മൾ റേറ്റ് ഇടുമ്പോൾ ആലോചിക്കേണ്ട കാര്യം, ഇത് ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റാണ്, എല്ലാവർക്കും പറ്റണം എന്നില്ല. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ഒരു എമൗണ്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് റീസെല്ലൊക്കെ ചെയ്യുമ്പം കൊടുക്കുന്ന ഒരു എമൗണ്ട് ഒരിക്കലും ഒരു ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റിന് കൊടുക്കാതിരിക്കുക. അതിൻ്റേതായ വാല്യൂ കൊടുത്ത് ആ ഒരു മാർക്കറ്റ് തകർക്കാതിരിക്കുക. ഇപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു മെത്തേഡിലാണ് എല്ലാവരും റേറ്റ് കൊടുക്കുന്നുള്ളത്, അത്രയും ചീപ്പായിട്ടാണ് കൊടുക്കുന്നുള്ളത്. പക്ഷേ നമ്മുടെ ടൈമും എഫേർട്ടും അനുസരിച്ചിട്ട് മാത്രം ഏതൊരു പ്രൊഡക്റ്റിനും റേറ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും മറക്കരുത്. ഇനി നെക്സ്റ്റ് വീഡിയോ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയുകയാണെങ്കിൽ ഇൻഷാല്ല ഞാനത് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ.